ഹായ് ഫ്രണ്ട്സ്, ക്യാപ്റ്റൻസിയിലേക്ക് പോകാനുള്ള അവസാനത്തെ ഒരു കടമ്പ കൂടി ഉണ്ടായിരുന്നു. ഇന്ന് കറക്കം ഖാന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ബോട്ടിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണം. ബോട്ടിൽ ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, സ്റ്റേബിളായിട്ട് നിൽക്കുവാണെങ്കിൽ അവർ പോയിട്ട് അതിലൊരു പോർഷൻ ഫുഡ് കഴിക്കണം. ഓരോ പോർഷൻ ഒരു അളവുണ്ട്, ഓരോന്നിനും എണ്ണത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇന്നത് ഇത്ര കഴിക്കണം എന്നുണ്ട് ഒരു പോർഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിൽ പല ഐറ്റംസ് ഉണ്ട്, സ്വീറ്റ് ഐറ്റം ഉണ്ട്, മറ്റേ കപ്പ് കേക്ക്, അതുപോലെ തന്നെ കേക്ക്, പിന്നെന്താ ഗുലാബ് ജാമുൻ, ഇതൊക്കെ ഉണ്ട് തോന്നുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ചിക്കൻ്റെ ഒരു വലിയൊരു പീസ് ഉണ്ട്. വലിയൊരു പീസ് പറഞ്ഞാൽ ഒരു ഓൾ ചിക്കൻ പോലെ എനിക്ക് തോന്നിയത്. ഒരു സ്മോൾ ചിക്കൻ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്തെടുത്ത പോലെ എനിക്ക് തോന്നി കണ്ടപ്പോൾ. പിന്നെ വേറെ ഉണ്ട്, ബർഗർ ഉണ്ട്, പപ്സ് ഉണ്ട്, സമോസ ഉണ്ട്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും വരി വരിയായി നിൽക്കുക, ഇടുക. ആ ബോട്ടിൽ ശരിക്കും നിൽക്കുവാണെങ്കിൽ അവർ പോയി കഴിക്കണം. അതിൽ അർജുൻ നല്ലപോലെ കളിച്ചു. അർജുൻ പവർ ടീം നിന്ന് അർജുൻ തന്നെയാണ് 3 ഐറ്റം കണ്ട് കഴിച്ചത്. ജിൻഡോ ഒരൈറ്റവും കഴിച്ചു, ജിൻഡോ രസഗുള കഴിച്ചു, അർജുൻ ചിക്കനും പപ്സും എന്തൊക്കെയോ കഴിച്ചു. അർജുൻ നല്ല രീതിക്ക് അത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കഴിച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനെ ചാടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ കറക്കം കാണാൻ പറഞ്ഞാൽ എല്ലാവരും തല കറങ്ങി വീഴലാണ്. വൊമിറ്റ് ചെയ്യാൻ വരും, അതുപോലെ തന്നെ വയറ് പൊട്ടാറായി എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അർജുൻ കഴിക്കുന്ന സമയത്ത് ഋഷി ഇങ്ങനെ എടാ നമുക്ക് പ്രാന്താടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതില് പോയിന്റ് വെച്ചിട്ടല്ല ഇപ്പൊ ഒരു ക്യാപ്റ്റൻസിയിലേക്കുള്ള ഒരു സംഭവം വരുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള വീക്ക്ലി ടാസ്ക് എല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. മറ്റേ ഈ ഒരു അലക്ക് കമ്പനി ടാസ്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ഒരു ചാർജിങ്ങിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു കറക്കം കാണാം. ഈ ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞതോടുകൂടി 7 പോയിന്റോടുകൂടെ നമ്മുടെ ഗബ്രി ജാസ്മിൻ അടങ്ങിയിട്ടുള്ള ആ ഒരു ടീമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതായത് അടുത്ത ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത് ഇത്തിരിയും കൂടി പവർഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരിക്കും. അത് ബിഗ് ബോസ് നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കൂടി ക്യാപ്റ്റൻസിക്ക് പവർ കൂടുതലായിരിക്കും നെക്സ്റ്റ് ടൈം. അതുപോലെ തന്നെ സർവാധികാരികളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ നെക്സ്റ്റ് ക്യാപ്റ്റൻ ആയിരിക്കും എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രിയും ജാസ്മിനും കൂടി കുറേ പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ശ്രീരേഖയെ ക്യാപ്റ്റൻ ആക്കാനുള്ള പ്ലാനൊക്കെ ഇടുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ശ്രീരേഖയൊക്കെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇവർ പറയുന്നതൊക്കെ ശ്രീരേഖയ്ക്ക് വെക്കുമോ? എന്നിട്ട് പവർ ടീമിലൊക്കെ കയറാനുള്ള പരിപാടിയാണ് ഇവർക്ക്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീരേഖയൊന്നും അങ്ങനെ ഒരു ടീം വർക്കിലേക്ക് കയറുന്ന ഒരാളല്ല. ടീമായിട്ടുള്ളതിന്നേ പുറത്തു പോകുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ശ്രീരേഖ. ശ്രീരേഖ എന്ന് പറയുന്ന സീനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കിച്ചണിൽ ഒരുപാട് സീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജിൻഡോ ഇന്നിത്തിരി കുഴപ്പമില്ല. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്നിത്തിരി ഭേദമാണ്. ഇന്ന് ആക്ടിവിറ്റി ഏരിയയിലേക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പെഡസ്റ്റലിന്റെ മേലെ കയറിക്കൊണ്ട് ഓരോ ആളുകളെ വിളിച്ച്, 3 പേരെ വിളിക്കാം നമുക്ക്. ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ആ 3നും വെവ്വേറെ സ്റ്റിക്കർ ഉണ്ട്. അതിൽ ജിൻഡോവിന് നല്ല പോലെ ടാർഗറ്റിൻ്റെ സ്റ്റിക്കറൊക്കെ കിട്ടി. കുറേ പേര് അവോയ്ഡാണ് ചെയ്തത്. എന്തായാലും ഗബ്രി ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയെ പറ്റി. അതൊന്നും ജിൻഡോ ഇന്ന് വലിയ മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ വേണം. ഗബ്രിയുടെ പ്രൊവോക്കേഷനിൽ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജിൻഡോ പുറത്തു പോകേണ്ടി വരും. കാരണം അത് അങ്ങനെ തന്നെയാണ്. ഇതുവരെയുള്ള ഇതിലെ സിജോവും ഗബ്രിയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. നല്ല രീതിക്ക് പ്രൊവോക്ക് ചെയ്യും. സിജോ ഒക്കെ പക്ഷേ നല്ല അന്തസ്സായിട്ടുള്ള ഒരു പ്രൊവോക്കാണ്. ഗബ്രിയുടെ പക്ഷെ അങ്ങനെയല്ല. ഗബ്രിയുടെ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രൊവോക്കേഷനാണ് വരിക. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന സമയത്ത് ഇറിറ്റേറ്റ് ആവും കേൾക്കുന്ന ആള്. ഓക്കെ, അത് മനസ്സിലാക്കാൻ പറ്റും, കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തിരി മോശമായിട്ടുള്ളൊരു പ്രൊവോക്കേഷനാണ് വന്നത്. അതുമാത്രമല്ല, ജിൻഡോയ്ക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ കുറച്ച് പോയിന്റ്സ് ജിൻഡോന്റെ ഗെയിമിനെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് സൈഡ് പറഞ്ഞപ്പോൾ, അതായത് ജിൻഡോ കാണിച്ച മണ്ടത്തരങ്ങൾ എടുത്ത് പറഞ്ഞ സമയത്ത്, അതായത് സ്വയം നാറുന്ന രീതിയിലുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ജെനുവിനായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന ആള് ജെനുവിനായിട്ടുള്ള കാര്യമാണ് പറയുക, അല്ലാതെ മൂഡ് താങ്ങില്ല. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കില്ല. പക്ഷേ ചിലവന്മാർക്ക് ഈ മൂഡ് താങ്ങാൻ വേണ്ടി ഇരിക്കുന്ന കുറേ പേരുണ്ട്. അവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അവന്മാർ വന്ന് കമൻറ്റ് ചെയ്യും, അയ്യോ ബാക്കിയുള്ളവരുടെ ഗെയിമൊക്കെ അടിപൊളിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ബാക്കിയുള്ളവരുടെ ഗെയിം അടിപൊളിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഗബ്രിയും ജാസ്മിനൊക്കെ നല്ല പ്ലേയേഴ്സാണ്. പക്ഷെ അവർ ഒരുമിച്ച് ഇരുന്നിടത്തോളം നന്നായിരുന്നില്ല. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ. പുറത്തുള്ള ഹെയ്റ്റ് നോക്കണ്ട. ഹെയ്റ്റ് വരുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, അവർ എന്ത് നല്ല കാര്യം ചെയ്താലും അതൊക്കെ നെഗറ്റീവായിട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ ഹെയ്റ്റ് ഉള്ള സമയത്ത്. ഓക്കെ, ഒരു കാര്യം ഹെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ അത് വിടണം. എന്നിട്ട് അവരുടെ ടാസ്ക് മര്യാദയ്ക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അതിപ്പോൾ ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ആരായാലും അത് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ലാതെ അവരെ പുറത്താക്കണം, ഇവരെ പുറത്താക്കണം. ശരിക്കും പറഞ്ഞാൽ നോറയാണ് പുറത്താക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോറ അവിടെ ഒരു തേങ്ങയും ചെയ്യുന്നില്ല.
നോറ കരഞ്ഞ് മെഴുകുക എന്നല്ലാതെ ഇതുവരെ കരഞ്ഞ പിന്നെ ഒരു ഇത്തിരിയെങ്കിലും ജെനുവിനിറ്റി ഉള്ള പോലെ തോന്നി. ഇന്നിപ്പോൾ ഒരുപാട് കരഞ്ഞ് ഛർദ്ദിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻറ്റയർലി ഓപ്പോസിറ്റ്. ബിഗ് ബോസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബിഗ് ബോസിന്റെ കണ്ണിൽ ഞാൻ നല്ല സ്ട്രോങ് പ്ലെയർ ആണോ അതോ വീക്ക് പ്ലെയർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഉത്തരവേ കൊടുത്തില്ല. എത്ര തവണ കൺഫെഷൻ റൂമിൽ ഇരിക്കുമ്പോൾ ഈ പെണ്ണിനോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താ ഇത് കേൾക്കുമ്പോൾ എന്താ ഒരു വല്ല സുഖമുണ്ടോ? അങ്ങനെ വെറുതെ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ജിൻഡോയിനോടായാലും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയി മെഴുകണ സമയത്ത്, കരഞ്ഞു മെഴുകണ സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, താങ്കളൊരു നല്ല മത്സരാർത്ഥിയാണോ എന്നൊക്കെ പറയും. എന്ന് കരുതി എപ്പോഴും അങ്ങോട്ട് പോയി കേൾക്കാൻ വേണ്ടി പോണ പരിപാടി നല്ലതല്ല. ജാസ്മിൻ എന്തൊക്കെയാ ചോദിച്ചു, അതിനൊന്നും ഉത്തരവില്ല. അണ്ണാക്കിൽ പിരിവെട്ടിയപ്പോൾ കരച്ചിൽ തുടങ്ങി. റസ്മിനാണെങ്കിൽ ചെറുത്തന്നെയും കടലിനെയും നടുക്ക് വട്ട പോലെയായി. റസ്മിനെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. അറിയില്ല എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ ആളുകളുടെ ഒരു ബേസിക് വേ ഓഫ് ടോക്ക് ഉണ്ടാവും. അതിലിപ്പോൾ അവരെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റൂല. റസ്മിനെ പുറത്താക്കണം പറഞ്ഞ് കുറേ പേരായി പറയുന്നു. അതിനേക്കാട്ടിലും എത്രയോ ഭേദമാണ് നോറെ പുറത്താക്കുന്നത്. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ കുറേ പേര് വേണമെങ്കിൽ ചന്ത ലെവലിലുള്ള പെണ്ണുങ്ങളാണ്, എന്താ പെണ്ണുങ്ങൾക്ക് സംസാരിച്ചൂടെ? മനസ്സിലായില്ല. ജാസ്മിൻ ആയാലും ചില കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റീസെൻ്റ്ലി സംഭവിച്ചിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിലെല്ലാം ഒരു 3-4 ആർഗ്യുമെൻറ്റ് ഇപ്പോൾ ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് പിന്നാലേക്ക് പോവുകയാണെങ്കിൽ ജാസ്മിൻ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിലവിളിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് അതിൻ്റെ വഴിക്ക് വിമർശിച്ചോളൂ. പക്ഷേ സംസാരിക്കാൻ പോകുന്ന സമയത്ത്, അതായത് ഇങ്ങോട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതേ രീതിയിൽ സംസാരിക്കുമ്പോൾ അവരെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അത്രത്തോളം ഒരു ചന്ദരമണി എന്നൊക്കെ പേരിട്ടിട്ട് വിളിക്കുന്നുണ്ട്. അതിൽ ഈ രശ്മിനെയും കൂടി പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ജിൻഡോ വിളിക്കുന്നുണ്ട്, ചട്ടമ്പി ടീച്ചർ. ജിൻഡോ വിളിക്കുന്നുണ്ട്, ഓടി പോടി എന്ന് പറയുന്നുണ്ട് ജിൻഡോ. അതിനൊന്നും പ്രശ്നമില്ല. രശ്മിനായാലും അതെ, കയർത്ത് പോകുന്നൊരു ടൈപ്പാണ്. എങ്ങോട്ടാടോ താൻ കയറി വരുന്നതെന്ന് പറഞ്ഞ് ഇവള് തന്നെ അങ്ങോട്ട് കയറി പോകുന്ന ടൈപ്പാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ആരും ഇപ്പോൾ ബെറ്റർ ഒന്നുമല്ല. ഇപ്പോൾ വേറെ വല്ല പുതിയ ആൾക്കാർ വരണം എന്നാൽ നമുക്ക് മനസ്സിലാവും ആരാ ബെറ്റർ എന്ന്. അല്ലാതെ ഇപ്പോൾ ആരും പത്രയ്ക്ക് വലിയ നന്മ മരങ്ങളൊന്നും അവിടെ ഇല്ല. അതുപോലെ തന്നെ നന്മ മരങ്ങൾക്ക് പറ്റിയൊരു ഷോ അല്ല ബിഗ് ബോസ്. അതും കൂടി ഒന്നും കൂടി ഞാൻ ഇടയിലിടയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ വഞ്ചന ചെയ്യുന്നവർ, ചതി ചെയ്യുന്നവർ എന്നൊക്കെ പറയുന്നു. ജിൻഡോയിനൊക്കെ പുറത്ത് ഇപ്പോൾ ആളുകൾ ഭയങ്കര മോശമായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫിലുള്ള പല കാര്യങ്ങളും എടുത്തിടുന്നുണ്ട്. അതിൻ്റെയൊന്നും പ്രൂഫും കാര്യങ്ങളും ഇല്ല. ഓരോ ആളുകൾ വരുന്നു, സംസാരിക്കുന്നു. പണ്ടൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾ ജിൻഡോ കയറിയ സമയത്ത്, ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ എന്തുകൊണ്ട് ഇതൊന്നും ചർച്ചയാക്കുന്നില്ല? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഒരാൾക്കെതിരെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് വൈറലാവാൻ വലിയ പണിയൊന്നുമില്ല. വ്യക്തമായി അവരവരുടെ കയ്യിലുള്ള പ്രൂഫോട് കൂടി ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴായാലും അത് നടക്കും. എപ്പോഴായാലും അവർ എക്സ്പോസ്ഡ് ആവും. അപ്സരയുടെ ഒരു കേസും വന്നു. അപ്സര മറ്റേ ലൈഫ് സ്റ്റോറി പറഞ്ഞതിൽ ഭർത്താവ് ഗാർഹിക പീഡനത്തിനെ പറ്റി പറഞ്ഞത് എതിർത്തുകൊണ്ട് മറ്റേ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അപ്സരയുടെ എക്സ് ഹസ്ബൻഡ്, സംസാരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പേര് പറയാതെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. കുറേ പേര് അവർ പറഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് പറയുന്നു, ചിലർ അപ്സര പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു. ബിഗ് ബോസിലെ മിക്ക സ്റ്റോറികളും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തതും വിശ്വസിക്കാൻ കൊള്ളുന്നതായിട്ടുള്ള പല സ്റ്റോറികളും വരാറുണ്ട്. അതിപ്പോൾ നമ്മളല്ല അതിലൊരു ജഡ്ജ്മെൻറ്റ് പറയേണ്ട ആൾ. ഇവർ ആ ഒരു ഹൗസിൽ നിന്ന് വെളിയിൽ വന്ന് അതിനുള്ള മറുപടി പറയട്ടെ അവരുടെ സൗകര്യം പോലെ. ജിൻഡോയിൻ്റെ കാര്യത്തിൽ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെയാണ്. ജിൻഡോ ഇല്ലീഗലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അതിപ്പോൾ വന്ന് ഇന്നും ഇന്നലെയും വന്നതല്ല, ഇപ്പം ഇത്തിരി കൂടി കൂടുതലായി. ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ ഒരു രണ്ട് വിഭാഗം ആളുകളപ്പോൾ ഉള്ളത്. ജിൻഡോനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാനും ഉണ്ട്, അതുപോലെ തന്നെ ജിൻഡോനെ താറടിച്ച് കാണിക്കാനും ഉണ്ട്. ഗബ്രിയാണെങ്കിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ. ജിൻഡോ ഒരു 5 തെണ്ടിത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ 10 ആക്കിയിട്ട് ഗബ്രി കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത്. എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഈ ഒരു പ്ലാൻ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇനി ബിഗ് ബോസ് വിചാരിക്കണ പോലെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് അത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാപ്പിട്ട് നോക്കിയിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വയൽക്കാടൊക്കെ വരണം. ഇനി ഒരു 2 ആഴ്ചയിലെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഈ ഒരു 2 ആഴ്ചയിലുള്ളെങ്കിൽ ആരെങ്കിലും കയറുവാണെന്നുണ്ടെങ്കിൽ കടന്നൽക്കൂട്ടിൽ കല്ലിട്ടെറിഞ്ഞ പോലെ ആവും. നല്ല രസമായിരിക്കും. അവിടെ ഉള്ളവർ തമ്മിലുള്ള ഗെയിം പോയി ഇവരൊക്കെ ഒന്ന് യൂണൈറ്റ് ആവും. അതുപോലെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യും മറ്റേവരെ എങ്ങനെ കൂട്ടാം എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വൈൽഡ് വരണ്ടേ? നല്ലൊരു രസമുള്ളൂ. സംഗതി ഒന്ന് കൊഴുക്കണം, മാറ്റിപ്പിടിക്കണം. 4-5 പേരെ കയറ്റി വിടട്ടെ, എന്നിട്ട് ഇതിൽ ഒരു 4 പേരെ പുറത്തേക്ക് കൊടുക്കട്ടെ. സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ എല്ലാം പുറത്തേക്ക് എടുക്കണ്ടേ? അതാണ് പ്രശ്നം. സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ പുറത്തേക്ക് എടുത്താൽ പിന്നെ ഗെയിം എന്തിനാ കാണുന്നത്? പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീരേഖ, യമുന ഇവരൊക്കെ ഈ ഒരു അടുക്കള ഭരണം മാത്രമേ ഇവർക്കൊക്കെ പറ്റുന്നുള്ളൂ.
ഭയങ്കര മോശമാണ്. ബിഗ് ബോസ് മെറ്റീരിയലൊന്നും അല്ല ഇവരാരും. എല്ലാ സീസണിലും ഇങ്ങനെ കുറച്ച് പേരുണ്ടാവും. എന്നാലും പറയുകയാണ്, ഇതുവരെ ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവുന്നില്ല. സ്ട്രഗിൾ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്, പണിയെടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ആ ഒരു കറക്കം കാണാന്ന് പറയുന്ന സംഭവം ഇവർ മനഃപൂർവ്വം ആ ബോട്ടിലിടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവർക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഇവർ മനഃപൂർവ്വം ഇടാത്ത പോലെ തോന്നി. നോറയും ജാസ്മിനും തമ്മിൽ പുറത്തുനിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായത്. നോറയ്ക്ക് അതിൽ നല്ല രീതിയിൽ പേടിയുണ്ട്. എന്നാൽ നോറ ആ പേടി വെച്ച് മിണ്ടായിരിക്കുന്നില്ല. നോറ മാക്സിമം ടൈമിൽ ജാസ്മിനെ പോയിട്ട് നോണ്ടുന്നുമുണ്ട്. നോണ്ടുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ആണെങ്കിൽ തിരിച്ച് മാന്തുന്നുമുണ്ട്. നോറ അത് വെച്ച് പിന്നെയും പോയി മോങ്ങും. എന്നെ വലിച്ചെടുക്കുന്നു, എല്ലാ പ്രശ്നത്തിലും എന്നെ പറയുന്നു, എല്ലാറ്റിലും പ്രശ്നക്കാരി ഞാനാണെന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലെ ആണെങ്കിൽ ജാൻമോൻ്റെ പ്രാക്ക് കാണണം. ഇന്നലെ ഞാനത് നൈസായിട്ടൊരു BGM കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻട്രോയിലെ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ജാൻമോൻ്റെ ഒക്കെ പ്രാക്ക്, യജ്ജാതി പ്രാക്ക്, മനുഷ്യൻ പ്രാക്ക് ഇതേപോലെ ഡാർക്ക് സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയും. എനിക്ക് അവിടുന്ന് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2 കണ്ടസ്റ്റൻസ് ആണുള്ളത്. നോറയും അതുപോലെ തന്നെ ജാൻമോണിയും. അൻസിബ ഉണ്ട്. അൻസിബ പക്ഷേ കുറച്ചുകൂടി അവിടെ ഇരിക്കുകയാണ്. അൻസിബയുടെ നേരേക്ക് അറ്റാക്ക് വന്നിട്ടില്ല. അറ്റാക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നാരദപ്പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും മാറും, പണി കിട്ടുമ്പോൾ മാറിക്കോളും. ആ ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ. ആ ഒരു മൊക്കിൽ ഇങ്ങനെ മുനി വരിയെ പോലെ ഇതെങ്ങനെ ഇരിക്കുക, ടൊണ്ടോയും അങ്ങനെ ഇരിക്കുകയാണ്. അനങ്ങുന്നില്ല അവിടുന്ന്. ടാസ്ക് വരുമ്പോൾ മാത്രമേ അവിടെ നിന്ന് വരുന്നുള്ളൂ. ഇങ്ങനെ നിന്ന് അനങ്ങാതിരുന്ന് ആളുകളെ കുറ്റം പറയലാണ് പരിപാടി. അല്ലേ ഹൻസിബ, അങ്ങനെയല്ലേ? എനിക്ക് ഇതുവരെ കണ്ടത് വെച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. ആക്ച്വലി ജാസ്മിനും നോറയും തമ്മിൽ പുറത്തുനിന്ന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ട്, അതിൽ നോറയ്ക്ക് എന്തൊക്കെ പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ആ പേടി വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നില്ല. നോറ ഇടയിൽ പറ്റുന്ന ചാൻസിലൊക്കെ ജാസ്മിനെ പിടിച്ചിട്ട് തോണ്ടുന്നുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ആളുകളുടെ അടുത്ത് പോയിട്ട് ജാസ്മിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ജാസ്മിനെ പിടുത്തം കിട്ടി. ജാസ്മിൻ അത് നല്ല രീതിയിൽ സൈക്കോളജിക്കലി കളിച്ചു. ഓരോ ആളുകളോടും പോയിട്ട് ചോദിച്ചിട്ട്, റസ്മിനോടൊക്കെ ചോദിച്ചിട്ട് ആ ഒരു രീതിക്ക് കളിച്ചു. അതാണ് അപ്പോൾ നോറയ്ക്ക് പണി കിട്ടിയത്. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.